മധുര കെ നഗർ ഹേ മധുര, മധുരല്ല, മധുര തമിഴ്നാട്ടിൽ. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ചെന്നൈ പോകുമ്പോൾ വണ്ടി നിർത്തിയിരിക്കണം മധുരയിലേക്കുള്ള, അത് മധുര. ഇത് മധുര, കൃഷ്ണൻ്റെ ജന്മസ്ഥാനം. മധുര കെ നഗർ ഹേ ആശിഖീ കാ, കൃഷ്ണൻ്റെ മധുര പട്ടണം പ്രേമത്തിൻ്റെ പട്ടണമാണ്. അമ്പലപ്പുഴ കണ്ണൻ്റെ പട്ടണം സ്നേഹത്തിൻ്റെ പട്ടണമാണ്, സ്നേഹത്തിൻ്റെ നഗരമാണ്, കാരുണ്യത്തിൻ്റെ നഗരമാണ്. എല്ലാ മതവും കരുണയാണ്. തിരുനബിയെ, മുഹമ്മദ് നബിയെ ഖുർആൻ വിളിച്ചിരിക്കുന്നത് മുഴു ലോകങ്ങളുടെ കാരുണ്യമെന്നാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ. കരുണയാണ് മനുഷ്യനാവശ്യം. കരുണ ഇല്ലെങ്കിൽ ശശികലാമ്മ, നിങ്ങൾ സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ അവർക്കും സ്വാഗതം പറഞ്ഞു. നിങ്ങൾ അവർക്ക് വീടല്ല കൊടുത്തത്, വീട് മാത്രമല്ല കൊടുത്തത്, പരിഗണനയാണ് കൊടുത്തത്, ബഹുമാനമാണ് കൊടുത്തത്. പരിഗണിച്ചാൽ മതി. എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരും. പരിഗണിക്കണം. എല്ലാവരെയും ഒന്ന് പരിഗണിച്ചാൽ തന്നെ മതി. വീട് കൊടുക്കുന്ന ആൾക്ക് വീട് വാങ്ങിയാൽ മതി. പക്ഷെ സ്വാഗത പ്രസംഗത്തിൽ അവരെ ഉൾപ്പെടുത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ശേഷം പിന്നെ സ്വാഗതം ചെയ്യണത് ശശികലമ്മയാണ്. ഇതൊക്കെ ചില വാല്യൂസാണ്, ചില മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളുടെ മുകളിൽ ലോകം നിലനിൽക്കുള്ളൂ. ലോകം പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും മുകളിൽ നിലനിൽക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിച്ചുണ്ടാക്കിക്കൊണ്ടത്. ശിക്ഷണം, ശിക്ഷണം, സ്നേഹത്തിൻ്റെ ശിക്ഷണം. ഉള്ള സാധനം മാത്രമേ പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ കഴിയൂ. സ്നേഹം കിട്ടാത്തവർക്ക് അത് കൊടുക്കാൻ കഴിയില്ല. അതിനോട് ക്ഷമിക്കണം. തിരുനബിയുടെ സദസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ നിങ്ങൾ അങ്ങനെ കൊടുക്കൂ, ആളുകളെ സഹായിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാനധർമ്മങ്ങളുടെ പുണ്യങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഇതൊക്കെ സമ്പന്നർക്കുള്ളതാണ് ദൈവദൂതരെ, എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ എങ്ങനെ ദാനം ചെയ്യും? എൻ്റെ കയ്യിൽ പണമില്ല, ഞാൻ ദരിദ്രനാണ്. അപ്പോൾ തിരുനബി പറഞ്ഞു, നീ ചുമടുമായി നടന്നു പോകുന്നവൻ്റെ ചുമട് താങ്ങിക്കൊടുക്കൂ, അതാണ് നിന്റെ ദാനം. നീ നടക്കാൻ കഴിയാത്തവൻ്റെ കൈ പിടിച്ചു കൊടുക്കൂ, അതാണ് നിന്റെ ദാനം. നീ ആളുകളോട് പുഞ്ചിരി തൂകൂ, ലെറ്റ് us smile. നീ ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ള എത്ര ആളുകളുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ ചിലപ്പോൾ കാണാറുണ്ട്. ഒരു ഇരിപ്പാണ്, ഒന്ന് ചിരിക്കുമ്പോൾ മുഖത്തെത്ര മാംസപേശി ഇളകുന്നാണ്. അത് ഇളകണ്ടെന്ന് വിചാരിച്ചിട്ടാവണം, കനത്തിലാണ് ഇരിക്കുക. വല്ല കാര്യമുണ്ടോ? ഈ ഭൂമിയിൽ നിന്ന് 4 ദിവസം കൊണ്ട് പോവും, നമ്മൾ ബാക്കിയാവില്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇത് പാടിയ പൂന്താനത്തിൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. കൃഷ്ണഭക്തനാണ്, കേരളത്തിലെ ഏറ്റവും വലിയ കൃഷ്ണഭക്തനായ കവി, മഹാകവി പൂന്താനമാണ്. ഈ മലപ്പുറമൊക്കെ നിങ്ങൾ വന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ എല്ലായിടത്തും, കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെ ഇത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ എഴുതാൻ കഴിയോ? ദം ബർത്തി ഹെ ആർസു ഉസീ കാ, കൃഷ്ണന്റെ മധുര പട്ടണത്തോട് എൻ്റെ ശ്വാസം ത്രസിക്കുകയാണ്. ദം ഭർത്തി ഹെ, ദം ശ്വാസം. मधुरा के नगर है आशिकी का, दम भरती है आरज़ू उसी का. हर जर्रे सर जमीन गोकुल, ഗോകുലം മണ്ണിലെ ഓരോ മൺതരിയും. ദാരാഹ ജമാല ദിൽ ബറീക, ഹൃദയാവർജകമായ സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരമാണ് കൃഷ്ണൻ ജനിച്ച ഓരോ മൺതരിയും. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്.